സാധാരണ ഒരു നോർമൽ ഒരു ബിസിനസ്സുകാരൻ ലോൺ എടുക്കുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസ്, അതായത് അവൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് റോ മെറ്റീരിയൽ വാങ്ങാം, അതിന് സ്റ്റോക്ക് വാങ്ങാം, കടം കൊടുക്കുക, ആ പർപ്പസിന് എടുക്കാം. അത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവന് ആവശ്യത്തിനുള്ള ലോൺ എടുക്കാവൂ, ആവശ്യത്തിൽ കുറഞ്ഞ ലോൺ എടുക്കരുത്, ആവശ്യത്തിൽ കൂടുതൽ എടുക്കരുത്. രണ്ടും തകർച്ചയ്ക്ക് കാരണമാണ്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സുരേഷ്, ഒരു എത്തിക്സ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ എത്തിക്സ് എന്ന് പറയുന്നത് അയാൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ഒരാളായിരിക്കണം. നെഗോസിയേഷൻ ആരംഭിക്കുന്നത് ഡീല് കഴിഞ്ഞിട്ടാണ് ഈ വാക്ക് തിരിക്കുന്ന ആൾക്കാർ. അല്ലാത്ത ആൾക്കാർ ഡീലിന് മുമ്പ് നെഗോസിയേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കണം അത്യാവശ്യം. പല ആൾക്കാരും ഫോൺ എടുക്കണമെന്നല്ല, നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ അതോടുകൂടി അവൻ്റെ എത്തിക്സ് അത് കഴിഞ്ഞു. എന്തായിക്കോട്ടെ, സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ്, സർവീസ് ആണെങ്കിൽ സർവീസ്, അത് മായം ചേർക്കാതെ നല്ല രീതിയിൽ സർവീസ് ചെയ്യണം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സ്ഥാപനം വിജയിക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ സ്റ്റാഫുകളാണ്. സ്റ്റാഫുകളെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഈ എടുക്കുന്ന ലോണുകൾ എന്തൊക്കെ പർപ്പസിനാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്? നമ്മൾ എന്തിനാണോ ലോൺ എടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ലോൺ സാധാരണ ഒരു നോർമൽ ഒരു ബിസിനസ്സുകാരൻ ലോൺ എടുക്കുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസ്, അതായത് അവൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് റോ മെറ്റീരിയൽ വാങ്ങാം, അതിന് സ്റ്റോക്ക് വാങ്ങാം, കടം കൊടുക്കുക, ആ പർപ്പസിന് എടുക്കാം. അത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവന് ആവശ്യത്തിനുള്ള ലോൺ എടുക്കാവൂ, ആവശ്യത്തിൽ കുറഞ്ഞ ലോൺ എടുക്കരുത്, ആവശ്യത്തിൽ കൂടുതൽ എടുക്കരുത്. രണ്ടും തകർച്ചയ്ക്ക് കാരണമാണ് സംഭവം. കാരണം ആവശ്യത്തിൽ കൂടുതലെടുത്താൽ അവൻ ആ തോന്നിയ സ്ഥലത്തെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ആവശ്യത്തിൽ കുറഞ്ഞെടുത്താൽ അവനൊരിക്കലും അവൻ്റെ കാര്യങ്ങൾ നടത്താനും പറ്റില്ല. ഇനി മിഷനറി വാങ്ങാനെടുക്കാം, ഈ മിഷനറി വാങ്ങാനെടുക്കാം, ബിൽഡിംഗ് പണിയാനെടുക്കാം, ഇങ്ങനെയുള്ള ജെന്യൂനായിട്ടുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തമായ രീതിയിൽ നമ്മൾ വളർച്ച പ്രാപിക്കാതെ ഷോ ഓഫ് കാണിക്കാനെടുക്കരുത്. കാരണം വലിയ വലിയ കാറുകൾ, വലിയ വലിയ അല്ലെങ്കിൽ ഓഫീസുകൾ, നമ്മളുടെ ക്യാഷ് ഫ്ലോ ആയി കഴിഞ്ഞിട്ട് അവനെ കാണിക്കാൻ വേണമെങ്കിൽ ഷോ കാണിക്കാം, ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുമല്ലോ, ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല, അതിനൊക്കെ നമ്മൾ അനുകൂലമാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ് തുടങ്ങുമ്പോഴേക്കും അവൻ അപ്പം തന്നെ വലിയൊരു മുതലാളിയായി മാറിയിരിക്കും. അതില്ലാതെ അവർ ജെന്യുവിൻ ബിസിനസ് പർപ്പസിന് ലോൺ എടുക്കാം. സാർ, ഇപ്പോൾ നേരത്തെ ബിസിനസ്സുകാരൻ്റെ എത്തിക്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ശരിക്കും ഒരു ബിസിനസ്സുകാരൻ എന്തൊക്കെ എത്തിക്സാണ് ഫോളോ ചെയ്യേണ്ടത്? സുജീഷ്, ഞാൻ ഈ ചോദ്യത്തിന് ഒരു മറുപടി ചോദിക്കാം. സുജീഷ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ എത്തിക്സ്, നല്ല എത്തിക്സ് ഇല്ലാത്ത ഏതെങ്കിലും ബിസിനസ്സുകാരൻ വിജയിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതായത് നമ്മൾ വിചാരിക്കും ഇവിടെ ഈ വലിയ വലിയ ആൾക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ നാട്ടുകാരെ പറ്റിക്കുകയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഒരിക്കലുമല്ല. അതിൽ കുറച്ച് പേര്, ഒന്നോ രണ്ടോ പേര് അവരെന്തൊരു തലവര എന്ന് പറഞ്ഞ പോലെയൊക്കെ രക്ഷപ്പെട്ട് വന്നിരിക്കണം എത്തിക്സ് ഇല്ലാത്ത ആൾക്കാർ. അങ്ങനെ തോന്നിയേക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സുജീഷ്, ഒരു എത്തിക്സ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ എത്തിക്സ് എന്ന് പറയുന്നത് അയാൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ഒരാളായിരിക്കണം. എന്തായിക്കോട്ടെ, സപ്ലയർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർക്കും ആയിക്കോട്ടെ, ഒരു പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവനെ കൂടുതൽ നടത്താതെ അവനെ പേയ്മെൻറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ ഉറച്ചു നിൽക്കുകയും, അയ്യോ ഞാൻ പറഞ്ഞില്ല അതെന്താണ് അങ്ങനെ, ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നെഗോസിയേഷൻ ആരംഭിക്കുന്നത് ഡീല് കഴിഞ്ഞിട്ടാണ് ഈ വാക്ക് തിരിക്കുന്ന ആൾക്കാർ. അല്ലാത്ത ആൾക്കാർ ഡീലിന് മുമ്പ് നെഗോസിയേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കണം അത്യാവശ്യം. പല ആൾക്കാരും ഫോൺ എടുക്കണമെന്നല്ല, നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ അതോടുകൂടി അവൻ്റെ എത്തിക്സ് അത് കഴിഞ്ഞു. പിന്നെ അതിന് പ്രധാനപ്പെട്ട വേറെ കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല പ്രൊഡക്റ്റുകൾ അവൻ എന്തായിക്കോട്ടെ, സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ്, സർവീസ് ആണെങ്കിൽ സർവീസ്, അത് മായം ചേർക്കാതെ നല്ല രീതിയിൽ സർവീസ് ചെയ്യണം. ഇതിലൊക്കെ ഉപരി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സ്ഥാപനം വിജയിക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ സ്റ്റാഫുകളാണ്. സ്റ്റാഫുകളെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്കുള്ള ആവശ്യമായ മാർക്കറ്റിൽ അവൈലബിൾ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവൻ ഒരു ബിസിനസ്സുകാരൻ വിജയിച്ച് പോകുന്നോ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ഒരു കണ്ടിരിക്കുന്ന ബിസിനസ്സുകാരിലെല്ലാവരും തന്നെ വിജയിച്ചത് അന്വേഷിച്ച് പോകുമ്പോൾ അവരെല്ലാവരും തന്നെ വലിയ തിരക്കൊന്നുമില്ല, വലിയ ഓട്ടമൊന്നുമില്ല. അവർ വളരെ ഓഫീസിൽ മാന്യമായിട്ടിരുന്ന് മറ്റുള്ള ആൾക്കാർക്ക്, സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത്, കാരണം വർക്ക് അലോക്കേറ്റ് ചെയ്ത് വളരെ ശാന്തമായിട്ടിരുന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റുള്ള ആൾക്കാരെ ഓട്ടമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഓട്ടമാണ്. ഇങ്ങനെ ഓടി തീരുന്നില്ല. എന്നാണ് ഓട്ടം അവസാനിക്കുന്നതെന്ന് അറിയാനും പാടില്ല. ആ രീതിയിലാണ് പോകുന്നത്.